പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ട്രേഡ് മോസ് എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഡെയിലി പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് USDT ആയിട്ടും പിന്നെ അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഓൺ ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് വരുന്ന കോയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇതേപോലെ ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ ആ ഒരു വീഡിയോയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ, ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളെൻ്റെ നേരെ വീഡിയോ കാണാം. സ്വന്തമായിട്ട് ബ്ലോക്ക് ചെയിനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ട്രേഡ് മോസ് എന്ന് പറയുന്നത്. ഇവരുടെ ബ്ലോക്ക് ചെയിനിൽ പ്രധാനമായിട്ടും 3 കോയിൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ് കോയിൻ ആണ്. ഇതാണ് ഇവരുടെ ഒഫീഷ്യൽ കോയിൻ ആയിട്ട് അറിയപ്പെടുന്നതും. പിന്നെ USDM എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ കോയിൻ ഉണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേബിൾ കോയിൻ ആയിട്ടുള്ള USDT കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഇവരുടെ ബ്ലോക്ക് ചെയിനിൽ അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേബിൾ കോയിൻ ആണ് USDM എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു കോയിൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എൻ്റർ ആവുന്നതും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ ഇവർക്ക് TIA എന്ന് പറയുന്ന ഒരു കോയിനും കൂടെ വരുന്നുണ്ട്. അത് ഇവരുടെ TradeMoss.io എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കോയിൻ ആയിരുന്നു. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇവരുടെ ബ്ലോക്ക് ചെയിനിൽ അവൈലബിൾ ആയിട്ട് വരുന്ന കോയിന് കാര്യങ്ങളൊക്കെ. ആദ്യം ഇവര് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗോൾഡിന്റെ ലൈവ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴും നിലവിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. wagesexchange.com എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ ബേസിലാണ് അവർ മെയിൻ ആയിട്ട് ക്രിപ്റ്റോയിലോട്ട് വരാനും അതുപോലെ തന്നെ ക്രിപ്റ്റോയിൽ ഇപ്പം പുതുതായിട്ട് ഒരു ബ്ലോക്ക് ചെയിൻ ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഫിനാൻഷ്യലി ടോട്ടലി സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ, അതായത് ഇവരുടെ ബാക്ക് എൻഡിൽ വരുന്ന ബിസിനസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇവര് ഞാൻ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ മാത്രമല്ല അല്ലാണ്ടും ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് ഇവര് ഇതിനകത്ത് വിഷൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ വാലറ്റ് ക്രിയേഷൻസ് കൂടുതലായിട്ട് നടക്കുക. ഇപ്പൊ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ക്രിപ്റ്റോ ബേസ് ആയിട്ട് തന്നെ. അപ്പൊ ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു വിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ബ്ലോക്ക് ചെയിൻ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബ്ലോക്ക് ചെയിന്റെ ബേസിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഓരോ യൂസേഴ്സും ഓരോ വാലറ്റുകൾ ക്രിയേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വാലറ്റ് ക്രിയേഷൻസ് കൂടുതലായിട്ട് നടക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇവര് ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഇവർ ഈ ഒരു സംഭവത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഇതിനകത്ത് ഡിപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പെർസെന്റേജ് വൈസിൽ ഇൻകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിലിംഗ് ഞാൻ എന്തായാലും തരുന്നതായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് ഇൻകവും കാര്യങ്ങളൊക്കെ USDT ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ ജസ്റ്റ് ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ മെയിൻ ആയിട്ട് ഇവർക്ക് ബ്ലോക്ക് ചെയിൻ ഉണ്ട്. പിന്നെ അതുപോലെ വേജസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് വരുന്നുണ്ട്. ബാക്ക് എൻഡിൽ ഇവര് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗോൾഡിന്റെ ലൈവ് ട്രാൻസ്പോർട്ടേഷന്റെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ ഓണർഷിപ്പിലുള്ള ആള് തന്നെ ഇപ്പൊ ലൈവായിട്ട് തന്നെ മാർക്കറ്റിലുണ്ട്. പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാലും അതുപോലെ നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റർ ആയിട്ട് വന്നു കഴിഞ്ഞാലും ഉള്ള ബെനിഫിറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. അതിനുശേഷം ഇതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ TradeMoss.io എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് TIA എന്ന് പറയുന്ന കോയിൻ നമുക്ക് അതിനകത്തായിരുന്നു യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നിലവില് TradeMoss.net എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലോട്ട് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇത് അറിയപ്പെടുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TradeMoss 2.0 എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം എന്തിനാണ് അവർ ഡെവലപ്പ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ. ഇവർ സ്വന്തമായിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്ന യൂസേഴ്സ് അധികമായിട്ട് കൊണ്ടുവരണം. അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിൽ വാലറ്റ് ക്രിയേഷൻസ് നടക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് മാർക്കറ്റിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവർ ഈ ഒരു സംഭവം മൊത്തത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇവർ പുതുതായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് കൂടെ നമ്മൾ ഒന്ന് അറിയണ്ടേ. അപ്പൊ അതിനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതായത് $50 തൊട്ടിട്ട്, അതായത് 50 USDT തൊട്ടിട്ട് നമുക്ക് ഇതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്യാം. ഡിപ്പോസിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് 2x റിട്ടേൺ ആണ് നമുക്ക് 400 ഡേയ്സിലോട്ട് നമുക്ക് ഡെയിലി കിട്ടുക. ഡെയിലി നമുക്ക് 0.5 വെച്ചിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ നിങ്ങളൊരു വർക്കൊക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് 100 ലെവലായിട്ടുള്ള രീതിയിൽ ഇൻകവും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളടുത്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ഡിപ്പോസിറ്റർ ആയിട്ട്, അതായത് ഒരു ഇൻവെസ്റ്റർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2x റിട്ടേൺ ആയിരിക്കും നമുക്ക് 400 ഡേയ്സ് കൊണ്ട് കിട്ടുക. ഇപ്പൊ നിങ്ങളൊരു $500 ഇട്ട് കഴിഞ്ഞാൽ $1000 ആയിരിക്കും നിങ്ങൾക്ക് ടോട്ടൽ റിട്ടേൺസ് ആയിട്ട് കിട്ടുക. അതൊരു DApp ആയിട്ടുള്ള രീതിയിലല്ല ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വലിയ കൺഫ്യൂഷൻസും കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിനകത്ത് 3x റിട്ടേൺ ആണ് വരിക. ഇപ്പൊ ഇതിനകത്ത് ലെവലിംഗും
പിന്നെ സ്റ്റേക്കിംഗ് റിവാർഡിന്റെ എത്ര പെർസെന്റേജ് വെച്ചിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇത് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 3x റിട്ടേൺ കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്നവർക്ക് 3x റിട്ടേൺ കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് 100 ലെവൽ കമ്മീഷന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ലെവലിൽ നമ്മൾ എത്ര പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് കിട്ടുന്ന സ്റ്റേക്കിംഗ് റിവാർഡിന്റെ 100% റിവാർഡ് എന്ത് ചെയ്യും, നമുക്ക് ഈ 400 ഡേയ്സ് ആണല്ലോ അവരുടെ ഡ്യൂറേഷനും നമ്മുടെ ഡ്യൂറേഷൻ ഒക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ തീരുന്ന വരെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിപ്പോൾ എത്ര റെഫർ ചെയ്തോ അവർക്ക് ഇനിയിപ്പോൾ ഒരു $10 കിട്ടുന്നുണ്ടെങ്കിൽ ആ $10 തന്നെ ആയിരിക്കും സെയിം ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടുക. അതിന് നിങ്ങൾക്ക് ക്രൈറ്റീരിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സെക്കൻഡ് ലെവലിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റേക്കിംഗ് റിവാർഡിന്റെ പെർസെന്റേജ് വൈസ് ആയിട്ടുള്ള ഇൻകം കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഡയറക്റ്റ് റെഫറിൽ മസ്റ്റായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് 20% നമുക്ക് ROI കാര്യങ്ങളൊക്കെ കിട്ടുക. തേർഡ് ലെവലിൽ നമുക്ക് 15% ROI കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ താഴെ വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നവരുടെ സ്റ്റേക്കിംഗ് റിവാർഡിന്റെ 15% നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 5 ഡയറക്റ്റ് റെഫറിൽ മസ്റ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് കിട്ടുക. ഇതിൽ 3 ലെവലിന്റെ ആ ഒരു ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് 4ാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് ലെവലാണ്. അഡ്വാൻസ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4ാമത്തെ ലെവൽ തൊട്ട് 100 ലെവൽ വരെയുള്ളതാണ്. അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 തൊട്ട് 10 വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 10% ആണ് ROI കിട്ടുക. പിന്നെ 11th തൊട്ട് 15th വരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 7%, 16th തൊട്ട് 20th വരെ 5%, 21st തൊട്ട് 25th വരെ 3%, 26th തൊട്ട് 13th വരെ നമുക്ക് 2%, 31st തൊട്ട് 14th വരെ നമുക്ക് 1%, 41st തൊട്ട് 60 വരെ നമുക്ക് 0.25%, 61 തൊട്ട് 100 വരെ നമുക്ക് 0.05% ആണ് നമുക്ക് ROI കിട്ടുക. നമ്മൾ റഫറലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഈ ഓരോ ലെവലിൽ വന്നിരിക്കുന്ന ആൾക്കാർ, അവർക്ക് എത്രയാണോ റിട്ടേൺ കിട്ടുന്നത് അതിന്റെ എത്ര പെർസെന്റ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഓരോ ലെവലിൽ കിട്ടുക. അപ്പൊ ഇതിൽ നമുക്ക് ഈ 4 തൊട്ടിട്ട് നമുക്ക് ഈ 100 ലെവൽ വരെയുള്ള ഇൻകം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഓരോ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലെവൽസിലും നമ്മൾ ഓരോ റെഫറൽസ് വീതം നമ്മൾ കൊണ്ടുവരണം. അതായത് നിങ്ങൾക്ക് 100 ലെവലിലുള്ള ഇൻകവും കിട്ടണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ 100 റെഫറിൽ കൊണ്ടുവന്നിരിക്കണം. അത് ഒറ്റയടിക്ക് കൊണ്ടുവരണമെന്നല്ല. നമ്മൾ ഇതിനകത്ത് ഇപ്പം റെഫറലും കാര്യങ്ങളൊക്കെ ചെയ്ത് ആദ്യത്തെ ഒരു 10 ലെവലൊക്കെ പതുക്കെ ആയിരിക്കും ടീം ഡെവലപ്പ് ആവുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഡാറ്റ റെഫറിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഡാറ്റ റെഫറിൽ നമ്മൾ കൊണ്ടുവന്ന ആ ഒരു രീതിയിൽ ടീം ഡെവലപ്പ് ആക്കി അങ്ങനെ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും, നമുക്ക് 100 എന്നുള്ള ഒരു കവറേജ് വരുന്നതായിരിക്കും ടോട്ടലായിട്ട്. പിന്നെ ലീഡർഷിപ്പ് റാങ്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അനലിസ്റ്റ്, അതുപോലെ നാവിഗേറ്റർ, ട്രേഡർ, പിന്നെ കമാൻഡർ, പിന്നെ ക്യാപ്റ്റൻ, ചാമ്പ്യൻ, ഐക്കൺ, അങ്ങനെ കുറേ അധികം നമുക്ക് റാങ്കുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ റാങ്ക് അച്ചീവ് ചെയ്യുന്നതിനുള്ള ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ അവിടെ ആ ഒരു PDF-ന്റെ ആ ഒരു സംഭവത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ PDF-ഉം കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ എൻ്റർ ആയതിനു ശേഷം ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 ലെവൽ ഓഫ് ഇൻകം കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ നമ്മളൊരു ഇൻവെസ്റ്റർ ആയിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ 2x റിട്ടേൺ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്തിട്ട് പോകാവുന്നതാണ്. ഇനിയിപ്പോൾ ഒരു പ്രൊമോട്ടർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3x റിട്ടേൺ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് ക്യാഷും കാര്യങ്ങളൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് USDM എന്ന് പറയുന്ന ഇവരുടെ സ്റ്റേബിൾ കോയിൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കോയിൻ എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് USDT കാര്യങ്ങളൊക്കെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് നിങ്ങൾക്ക് എൻ്റർ ആവാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഇതിനകത്ത് എങ്ങനെയാണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ എൻ്റെ റെഫറൽ കോഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഇവിടെ നെയിം കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ കൺട്രി നിങ്ങൾ എന്ത് ചെയ്യുക, ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മെയിൽ അഡ്രസ്സ് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് താഴെ. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഒരു യൂസർ നെയിം കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേരിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു നമ്പേഴ്സോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. എന്നിട്ട് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ടൊരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അവിടെ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ട്രേഡ് മോസിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു യൂസർ നെയിമും പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, trademos.net എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട്
അവിടെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ പ്രൊഫൈൽ വന്നു കഴിയുമ്പോൾ അവിടെ USDM, അതായത് ഇവരുടെ സ്റ്റേബിൾ കോയിന്റെ ഡിപ്പോസിറ്റ് അഡ്രസ്സും അതുപോലെ തന്നെ BP20 USDT ഡിപ്പോസിറ്റ് അഡ്രസ്സും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ USDT BP20 അഡ്രസ്സ് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടില്ല, ഏതെങ്കിലും വാലറ്റിന്റെ എടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്താൽ മതി. അത് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രസ്റ്റ് വാലറ്റിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് സേഫ് ആയിട്ട് തോന്നുന്ന വാലറ്റിന്റെ USDT-ന്റെ BP20 ഡിപ്പോസിറ്റ് അഡ്രസ് നിങ്ങളവിടെ മെൻഷൻ ചെയ്യുക. അതിനുശേഷം USDM നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, USDM-ന്റെ ഡിപ്പോസിറ്റ് അഡ്രസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെറ്റാമാസ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവരുടെ ബ്ലോക്ക് ചെയിൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ട്രസ്റ്റ് വാലറ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. മെറ്റാമാസ്ക് ആണ് കുറച്ചുകൂടെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നേരെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ അതിന്റെ ഒരു പോസ്റ്റ് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇവരുടെ ബ്ലോക്ക് ചെയിൻ ആഡ് ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് സംഭവങ്ങൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്ക് ചെയിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ മെറ്റാമാസ്ക് വാലറ്റിലൂടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ മെറ്റാമാസ്ക് വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ BNB-ന്റെ ഇത് ബ്ലോക്ക് ചെയിൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പം BNB-ന്റെ വാലറ്റാണ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നേരെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് കസ്റ്റം നെറ്റ്വർക്ക് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് വരിക. അതിലോട്ട് വന്നു കഴിയുമ്പോൾ നെറ്റ്വർക്ക് നെയിം എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇവിടെ നെറ്റ്വർക്ക് നെയിമിന്റെ അവിടെയായിട്ട് ക്ലബ്മോസ് മെയിൻ നെറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം RPC URL എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. moscan.com എന്നൊക്കെ വന്നിട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ചെയിൻ ID കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയിൻ ID എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ 1188 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ സിമ്പിൾ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. സിമ്പിൾ മോസ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. പിന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് എക്സ്പ്ലോറർ URL ആണ്. അപ്പോൾ ആ ലിങ്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത്ര സംഭവങ്ങൾ സെറ്റായി. ഇനി എന്ത് ചെയ്താൽ മതി, സേവ് ചെയ്താൽ മതി. സേവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു ബ്ലോക്ക് ചെയിനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തായിട്ട് വരും. എന്നിട്ട് ഇവിടെ നോക്കുന്ന സമയത്ത് ക്ലബ്മോസ് മെയിൻ നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് ചെയിൻ കാണാൻ സാധിക്കും. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഇവിടെ ഗോറ്റിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ബ്ലോക്ക് ചെയിനിലോട്ട് വരിക. വാലറ്റ് ക്രിയേഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ മോസ് എന്ന് പറയുന്ന കോയിൻ, ഇവരുടെ ഒഫീഷ്യൽ കോയിൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 2 കോയിനും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം, ഇവരുടെ ബ്ലോക്ക് ചെയിനിലുള്ള. ഇവിടെ ഇമ്പോർട്ട് ടോക്കൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് കോയിൻ ആയിട്ടുള്ള, അതായത് ഇവരുടെ സ്റ്റേബിൾ കോയിൻ ആയിട്ടുള്ള USDM എന്ന് പറയുന്ന കോയിൻ നമുക്കിവിടെ എന്ത് ചെയ്യാം, കോൺടാക്ട് അഡ്രസ് വെച്ചിട്ട് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം സിമ്പിളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇമ്പോർട്ട് കൊടുത്തു. ഇനി ഇവരുടെ TIA എന്ന് പറയുന്ന ടോക്കൺ ഉണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഇവിടെ ഇമ്പോർട്ട് ടോക്കൺ കൊടുത്തു. കോൺടാക്ട് അഡ്രസ്സിൻ്റെ അവിടെയായിട്ട് TIA എന്ന് പറയുന്ന കോയിൻ്റെ കോൺടാക്ട് അഡ്രസ് എന്ത് ചെയ്തു, നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഇമ്പോർട്ട് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളുടെ എല്ലാ കോയിനും ഇപ്പോൾ ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ USD മോസ് എന്ന് പറയുന്ന ഇതിലോട്ട് വരിക. എന്നിട്ട് ഇവിടെ റിസീവ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതിൽ ആ ഒരു അഡ്രസ്സ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യാം. റിസീവ് അഡ്രസ്സ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം trademouse.net എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇല്ലേ, അതിലോട്ട് വരിക. പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗത്ത് വന്നിട്ട് താഴോട്ട് വന്നു കഴിയുമ്പോൾ ആ സെറ്റിംഗ്സിലോട്ട് വന്നിട്ട് ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ USDM വാലറ്റ് അഡ്രസ് അത് നമ്മളിവിടെ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ USDT ഡിപ്പോസിറ്റ് അഡ്രസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വാലറ്റിൽ തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ BNB ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെതർ USDT ഡിപ്പോസിറ്റ് അഡ്രസ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മെയിലിലോട്ട് ഒരു വെരിഫിക്കേഷൻ വരും. കോഡല്ല, വെരിഫൈ ചെയ്യാനായിട്ട് വരും, ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ വെരിഫൈ ആവുന്നതായിരിക്കും. നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ USDM എന്ന് പറയുന്ന കോയിൻ ഡിപ്പോസിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മോസ് കോയിൻ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഡിപ്പോസിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ അന്നേരം പറഞ്ഞുതരാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് 0.5% സ്റ്റേക്ക് ഇടപാട് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവർ മൊത്തത്തിൽ വിഷൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ USDT USDM-ലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതെന്തോ ഒരു അപ്ഡേഷൻ്റെ ഇതായിട്ട് മാറ്റിയതാണ്. അപ്പോൾ നിലവിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ടീംസിൻ്റെ അടുത്ത് USDM ടോക്കൺ ഉണ്ട്. അപ്പോൾ ആ ഒരു കോയിൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എൻ്റർ ആവാം. വളരെ സിമ്പിളായിട്ട് തന്നെ എൻ്റർ ആവാം. ഇവിടെ നിങ്ങൾക്ക് USDM ബാലൻസ് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ഞാനിത് ഡിപ്പോസിറ്റ് ചെയ്തതാണ് USDT കൊടുത്തിട്ട്. അപ്പോൾ ഇവിടെ 50 ക്ലിക്ക് ചെയ്തു. എന്നിട്ട് S കൊടുക്കുകയാണ്. ഡിപ്പോസിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ USDM ബാലൻസിൽ 0 ആയിട്ടുണ്ട്. ഇവിടെ ഡാഷ്ബോർഡിൽ ഞാൻ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ആക്റ്റീവ് സ്റ്റേക്കിങ്ങിൽ $50 ഡിപ്പോസിറ്റ് ചെയ്തതായിട്ട്. അപ്പോൾ ഇതിലിപ്പം ഡെയിലി എനിക്ക് എന്ത് ചെയ്യും, 400 ഡേയ്സിലോട്ട് സ്റ്റേക്കിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ കയറുന്ന രീതിക്കായിരിക്കും സംഭവം വർക്കൗട്ട് ആവുക. അപ്പോൾ അതുപോലെ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് നമുക്ക് വരാം, അതുപോലെ ഒരു പ്രൊമോട്ടറായിട്ടും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ മിസ്സാക്കേണ്ട അടിപൊളിയായിട്ടൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക.
ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതിലേക്ക് സൈനിങ് ഔട്ട്.